നമസ്കാരം 9 മണി വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. മണ്ഡല പുനർനിർണയത്തിനെതിരെ ബിജെപി ഇതര കൂട്ടായ്മ. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വിളിച്ച യോഗം രാവിലെ 10-ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. ക്ഷണിതാക്കളുടെ പേരെഴുതിയിരിക്കുന്നത് പ്രാദേശിക ഭാഷകളിൽ. കർണാടകയിൽ കന്നഡ അനുകൂല സംഘടനകളുടെ ബന്ദ് ഭാഗികം. പ്രതിഷേധം കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് ഡ്രൈവറെ മർദ്ദിച്ചതിൽ. ബെലഗാവിയിൽ ഡ്രൈവറെ മർദ്ദിച്ചത് മറാഠി സംസാരിച്ചില്ലെന്ന് പറഞ്ഞ് കർണാടകയിലെ മറാഠി അനുകൂല ഗ്രൂപ്പുകളെ നിരോധിക്കണമെന്ന ആവശ്യം. പൊട്ടിത്തെറിയെ തുടർന്ന് അടച്ച ഹീത്രൂ വിമാനത്താവളം തുറന്നു. 24 മണിക്കൂറിനിടെ റദ്ദാക്കിയത് 1300 സർവീസുകൾ. ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്വേഷണം തുടങ്ങി. വൈദ്യുതി ഇല്ലാതെ ലണ്ടനിലെ 10,000-ലധികം വീടുകൾ ഇരുട്ടിൽ. ഹമാസിന് കനത്ത തിരിച്ചടി നൽകിയെന്ന് ഇസ്രായേൽ. സൈനിക രഹസ്യാന്വേഷണ തലവൻ ഒസാമ തബാഷിനെ വധിച്ചെന്ന അവകാശവാദം. പ്രതികരിക്കാതെ ഹമാസ്. കൊച്ചിയിൽ യുവാവിനെ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പത്തനംതിട്ട സ്വദേശി കസ്റ്റഡിയിൽ. ബോണറ്റിലിരുത്തി കാർ ഓടിച്ചത് മദ്യലഹരിയിൽ ഏറ്റുമുട്ടലിനെ തുടർന്ന്. കാർ ഉടമ അമർനാഥിനായി തെരച്ചിൽ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയെ കാണാൻ ആശമാർ. തങ്ങൾക്കു വേണ്ടി വീണ ജോർജ് ഇനി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണേണ്ടെന്നും സമര നേതാവ് അനിതാകുമാരി ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ആ വഴി ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ട് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കണ്ട് ഞങ്ങൾ ആശമാരി സംസാരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. സമരം ഇന്ന് 41-ാം ദിവസം. നിരാഹാരം 3-ാം ദിവസം തുടരുന്നു. കുറുപ്പംപടിയിൽ പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ അമ്മ റിമാൻഡിൽ. പീഡന വിവരം മറച്ചുവെച്ചുവെന്നും കുട്ടികളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചുവെന്നും FIR. ചോദ്യം ചെയ്യൽ തുടരും. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. താമരശ്ശേരിയിൽ പിടിയിലായ ഫായിസ് MDMA വിഴുങ്ങിയെന്ന് സ്ഥിരീകരണം. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നേരത്തെ MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്തിനെ. കൊല്ലത്ത് പിടിയിലായ യുവതിയിൽ നിന്ന് കൂടുതൽ MDMA കണ്ടെത്തി. ഇനി 2 മാസക്കാലം IPL ആവേശ നാളുകൾ. 13 വേദികളിലും ബോളിവുഡ് താരങ്ങൾ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾ. ആദ്യ പോരാട്ടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ. മത്സരം ഈഡൻ ഗാർഡൻസിൽ. അമേരിക്കൻ ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ മരണവാർത്ത പുറത്തുവിട്ട് കുടുംബം. വിശദമായി നോക്കാം. താമരശ്ശേരിയിലെ ഷിബില കൊലക്കേസിൽ മരിച്ച ഷിബിലയുടെ കുടുംബം മാധ്യമങ്ങളെ കാണുകയാണ് ഇപ്പോൾ. തത്സമയത്തിലേക്ക്. വീട്ടുകാരോട് വന്ന് കാര്യം ചോദിക്കുകയോ ഇരു കൂട്ടരെ ഒന്ന് വിളിച്ചിരുത്തുന്നതിന്റെ അപ്പുറത്ത് മറ്റൊന്നും നടന്നില്ല എന്നുള്ളതാണ്. ആ നിലപാടുമാണ് ഇത് കൊലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം നിന്നെ ഒരു ഉപാധിയില്ലാതെ എന്റെ അപ്പുറം പോരുകയാണെങ്കിൽ പോരാ, പോന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ നശിപ്പിക്കുമെന്ന് പലതവണയും ഈ കുടുംബത്തോട് ആക്രോശിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, മറ്റ് പല രീതിയിലും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അപകട ഭീഷണി ഉണ്ട് എന്ന് നമ്മൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ആ നിലക്ക് ഒരു ഗൗരവം എടുക്കായ പോലീസിന്റെ ഭാഗത്ത് വന്ന് സാധാരണ ഒരു പെറ്റീഷന്റെ മുകളിൽ വന്ന് വീട്ടിലൊന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ പണ്ടൊക്കെ നമ്മളെ പെറ്റീഷന്റെ മുകളിലുണ്ടായിരുന്നു. ഇത് വാങ്ങി വെച്ചിട്ട് സൗകര്യപ്രദമായ സമയത്തൊന്ന് വിളിക്കുന്നതിനപ്പുറത്ത് വേറൊരു മൂവ്മെന്റും ഇത്തരം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിനകത്ത് പോലീസ് സ്വീകരിക്കാത്തൊരു സമീപനം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വലിയ അപകടമായ രീതിയിലേക്ക് ഈ കേസ് മാറിയിട്ടുള്ളത്. ഒരു 10-22 വയസ്സായ ഒരു കുട്ടി നഷ്ടപ്പെടുകയും അതോടൊപ്പം 3 വയസ്സായ ഒരു കുട്ടി അനാഥാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് ഉണ്ടായെന്നുള്ളത് പറഞ്ഞിട്ട് ബാക്കി കറക്റ്റ് ചെയ്ത് പറഞ്ഞു പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെക്കന്റെ പ്രതിയുടെ ഉമ്മ പറയുന്നത് കേട്ടു. ഈ
അവൻ ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നും അത് അങ്ങനത്തെ ഒരു കുഴപ്പമുള്ള ആളല്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ശരിക്കും അത് കൊല ചെയ്തതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പലതവണ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട് ഉമ്മയുപ്പനെയും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. ഈ കുട്ടിയെ ദ്രോഹിക്കുന്ന സമയത്തൊക്കെ തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബത്തിന്റെയും അവന്റെ ഉമ്മയുടെ ഉപ്പയുടെ കുടുംബത്തിന്റെയൊക്കെ സപ്പോർട്ടോടുകൂടിയാണ് ഒരു നികൃഷ്ടമായ രീതിയിൽ കുട്ടിയെ ദേഹോപദ്രവം ചെയ്യുന്നത്. പല സമയത്തും ഈ ലഹരിക്ക് അഡിക്റ്റായി വന്നിട്ടാണ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പല സമയത്തും അത് ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടി അവസാന റൗണ്ടാണ് ഇവിടെ തിരിച്ചു വന്നിട്ട്. കാരണം ഒരു സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടു പോയ ആളുകൂടെ വിവാഹം കഴിച്ചു പോയത് ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബത്തിന്റെയും കൂടുതൽ താല്പര്യം കൊണ്ട് ആകാത്തത് കൊണ്ട് വരാനുള്ള മടിയോണ്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വരാതെന്നത്. അവസാന റൗണ്ടിൽ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലക്കാണ് തിരിച്ചു വന്ന് പരിഹരിക്കപ്പെടാൻ റംസാനൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ള നിലക്കാണ് നമ്മളും ഒന്ന് കാത്തിരുന്നത്. അതാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഉപ്പ എന്നുള്ളവർക്ക് ഉപ്പ പറയും. കടുത്ത ശിക്ഷ നൽകി പോകണമെന്നൊന്നും ഇതിനകത്ത് മറ്റ് മെല്ലപ്പോക്ക് നയം സ്വീകരിച്ച പോലീസിന്റെ നേർക്ക് അവരാരാണോ അതിൽ ആ നടപടികൾ മുന്നോട്ട് പോയത് അവർക്കെതിരെയും ഇതിന്റെ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് മേലധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ദിവസം രാത്രി അവൻ എന്നെ വിളിക്കുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരണോ, ഞങ്ങൾ കാക്കവല്ലി ഞങ്ങളെ വീട്ടിലുണ്ടാവും, അവൾക്ക് എന്റെ കൂടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാ പറയുന്നതെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞങ്ങൾ രാത്രി വരാമെന്ന് പറഞ്ഞ് ഞാനും വൈഫും കൂടി അവിടെ പോയി. രാത്രി അവിടെ പോയി. അവിടെ ഇതുപോലെ അവനുണ്ട്, അവന്റെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി സംസാരിച്ച്. അപ്പൊ സംസാരിച്ചപ്പോൾ അവളെന്നോട് പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം പിന്നെ നമ്മൾ ഒരുപാട് അവളോട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒരു മോളോ കള്ളല്ലേ, എങ്ങനെ പോന്നിക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇനി കുറച്ചുകൂടി നോക്ക്, എന്താ സംഭവം, നമ്മൾ ഒന്നുകൂടി അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അവരോട് എല്ലാ കാര്യങ്ങളും രണ്ടാളോടും പറഞ്ഞു തജിച്ചാക്കി ഞങ്ങൾ പോരാൻ നോക്കിയ. പോരാന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാ. അപ്പൊ എനിക്ക് തോന്നി ഇതിലെന്തോ ഒരു പന്തികേടുണ്ടെന്ന് തോന്നി. അപ്പോൾ ഓള് അവിടെ നിൽക്കുന്നില്ല. എന്നാ ഇനി പോരി, നമുക്ക് വീട്ടിലേക്ക് പോവുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഓളെയും കൂട്ടി അന്ന് ഞങ്ങൾ ഇവിടെ വന്ന് പിന്നെ ഓള് എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ്. 5 വർഷമായി ഓളെ അവൻ കൊണ്ടുപോയിട്ട്. പിന്നെ അതില് 2 വർഷമായി ഇപ്പൊ ഞങ്ങളുമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യങ്ങൾ ഞങ്ങളോട് ഇതുവരെ ഓള് തുറന്ന് പറഞ്ഞു. ഇത് പറയാൻ പറ്റാത്തൊരവസരമാണല്ലോ അത്. അതുകൊണ്ടാണ് അവൾ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. അങ്ങനെ ഇപ്പൊ 2 വർഷമായി ഞങ്ങളുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. അവനും വരും പോവും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും വരികയും എല്ലാ ഇതിലും നിന്നതായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ കുറച്ച് ദിവസത്തോളം ഇവിടെ നിന്ന് ഞാൻ പിന്നെ പള്ളി കമ്മിറ്റിയിൽ ഞാൻ വിവരം പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ചെറിയ എന്തോ ഒരു വിഷയമുണ്ട്, അപ്പൊ നിങ്ങളൊന്ന് അന്വേഷിക്കണം ഇതിനെ പറ്റി എന്ന് പറഞ്ഞു. അപ്പൊ അവരെ മാലിലേക്ക് ഉടങ്ങക്കാട് മാലിലേക്ക് വിളിച്ച് പിന്നെ കാര്യങ്ങൾ അവരോട് പറഞ്ഞ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവര് തിരിച്ചിങ്ങോട്ട് തന്നെ വിളിച്ചു അവരോട് പറഞ്ഞു ഞമ്മക്കൊന്ന് ഇരുന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒന്ന് സംസാരിക്കണം, എപ്പോഴാണ് കൂടെ. ഞാൻ പറഞ്ഞു എപ്പോഴായാലും കുഴപ്പമില്ല, ഞാൻ അവളെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും വിളിച്ച് നമ്മളെയും വിളിച്ച്. പക്ഷെ അവരെ വിളിച്ചപ്പോ അവര് പറഞ്ഞ് ഓന്റെ എന്തോ ഒരു കാരണം പറഞ്ഞ്, ഓന്റെ വാപ്പ പറഞ്ഞാണോ അല്ല ഓന്റെ എന്തോ ഒരു കാരണം പറഞ്ഞ് അവർക്ക് ഇന്ന് ഇങ്ങനത്തെ പ്രശ്നത്തിന് വരാനൊന്നും ആവില്ല എന്ന് പറഞ്ഞ പോലെ ഒഴിഞ്ഞു മാറി അന്ന്. അപ്പൊ അത് അവിടെ തീർന്ന്. പിന്നെ ഇവര് വന്നില്ല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഇവിടെ അങ്ങോട്ട് വരുന്നില്ലെന്ന് ചോദിച്ച് വിളിച്ച്. അപ്പോ ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു ഇനി ഒന്ന് ഇവിടെ വാന്നാണ്. ഓന്റെ ജ്യേഷ്ഠനെ വിളിച്ച്. ജ്യേഷ്ഠൻ ഇവിടെ വന്നു. അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച്. ഇങ്ങനെ എന്തോ പ്രശ്നങ്ങളുണ്ട് ഓൻ വല്ലാണ്ട് മദ്യപിക്കുകയോളെ നല്ലോണം അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞതാ, അല്ലാതെ ഭയങ്കര പ്രശ്നം. ഇവിടെ വരുന്ന സമയത്ത് അവൻ മദ്യപിച്ച് വന്ന എത്രയോ ടൈം ഉണ്ടായിട്ടുണ്ട് നമുക്ക് അനുഭവപ്പെട്ടത്. അപ്പൊ അതുവരെ ഓനോട് പറഞ്ഞു കൊടുത്തേക്ക് നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെങ്കിലും നിങ്ങളൊന്ന് കുറച്ചൊന്ന് ഡീസന്റ് ആയിട്ട് പോണോ, നമ്മളിങ്ങനെ വന്നതല്ലേ, ഇങ്ങനെ ജീവിക്കുന്നതല്ലേ,
അപ്പൊ കുറച്ചുകൂടി ഒന്ന് ഡീസന്റ് ആണോ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഓള് വിചാരിക്കുന്നത് ഓരോ ദിവസം കഴിഞ്ഞാൽ ശരി ഒന്ന് നന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇത് കാര്യങ്ങൾ വഷളായി ഇങ്ങനെ വരിക. പിന്നെ അങ്ങനെ ജ്യേഷ്ഠൻ ഇവിടെ വന്ന് ഓനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഓൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളം ഓന്റെ ഉത്തരവാദിത്വം, പിന്നെ ഓള് പോന്നോട്ടെ എന്നാണ്. ഞാൻ പറഞ്ഞു അത് എന്തായാലും ഒരിക്കലും ചെയ്യൂല. എന്റെ ഉമ്മയും ബാപ്പയും ഇവിടെ വന്നിട്ട് ഓരോട് കാര്യങ്ങൾ ഇരുത്തി നമുക്കൊന്ന് സംസാരിച്ചിട്ട് ഓൾ അങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഓൻ പറഞ്ഞാ ഞാൻ രാത്രി ഉമ്മനെ ബാപ്പനെ കൂട്ടിയിട്ട് ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഓൻ തിരിച്ച് മോളെ വിളിച്ച് ഓളോട് പറഞ്ഞ് ഈ കാര്യത്തിന് നിന്റെ ഉപ്പയും ഉമ്മയും ഞാനും വരൂലെന്ന് പറഞ്ഞു. വരൂലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നാല് അവിടെ നിൽക്കട്ടെ, നമ്മൾ വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കുക. ഒരാളെ ഉത്തരവാദിത്തം അല്ലാണ്ട് എന്തായാലും എന്റെ മോളെ ഞാൻ പറഞ്ഞേക്കൂലെന്ന് ഞാൻ പറഞ്ഞേക്ക്. അതങ്ങനെ പറഞ്ഞേക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ പിന്നെ അവൻ പിന്നെ ഇവിടെ വന്ന് 1-2 പ്രാവശ്യം ഇവിടെ വന്ന് ഇവളോട് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. എന്താ വെച്ചാൽ എനിക്കാരുമില്ല, വാപ്പ വേറെ പോയി, ഉമ്മ വേറെ പോയി, ജ്യേഷ്ഠൻ വേറെ പോയി, അതിനെക്കൊണ്ട് ഇനി ആരും ശ്രദ്ധിക്കുന്നില്ല, അതിനെക്കൊണ്ട് ഇനി എന്തായാലും വരണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അതിങ്ങനെ അതെല്ലാം കേട്ടപ്പോൾ മോളോട് ഞാനും പറഞ്ഞു മോളെ എന്തെങ്കിലും ആയോ നന്നാവുമായിരിക്കും, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കാം, ഇവിടെ എവിടെങ്കിലും ഒരു കോട്ടേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിൽക്കാം, വാടക അല്ലെങ്കിൽ ഞാൻ കൊടുത്തോളുന്നുണ്ട്. അതുവരെ ഞാൻ ഓളോട് പറഞ്ഞേക്ക്. ഓള് പറയുന്ന നാളൊരു ചാൻസ് കൂടി നമ്മൾ കൊടുത്തു നോക്കുക, ചിലപ്പോൾ നന്നായി കിട്ടായിരിക്കും പറഞ്ഞു. അങ്ങനെ ഇവിടെ കോട്ടേഴ്സ് എടുക്കാമെന്ന് എല്ലാ വിവരങ്ങളും ഓനോട് പറഞ്ഞ് രാത്രി 2 സുഹൃത്തുക്കളും ഉണ്ടായി ഇവിടെ. ഞങ്ങൾ രാത്രി ഇവിടെ ഇരുന്ന് സംസാരിച്ച് ഓനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓനൊക്കെ ഓക്കെ പറഞ്ഞു പോയതാ. രാവിലെ പോയിട്ട് പിന്നെ തിരിച്ചു വിളിക്കുക, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നീ അവിടെ തന്നെ നിന്നോ, ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ അടിവാരത്തേക്ക് പോവുകയാണ്, ഉമ്മയും ഉപ്പയൊക്കെ അങ്ങോട്ട് മാറുകയാണ്, അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു. പിന്നെ അതും പറഞ്ഞ് അതും കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ ആരെ കൂടെയാണ് ഞാൻ പറഞ്ഞേക്കുക. ഇതിനൊരു ഉത്തരവാദിത്തം വേണ്ടേ? ഒരു ഉത്തരവാദിത്തം അല്ലാണ്ട് ആരെ കൂടെ പറഞ്ഞേക്കാൻ പറ്റുമോ? അങ്ങനെ പിന്നെ ഒരു ദിവസം ഇവിടെ മോളെ ജ്യേഷ്ഠത്തിന്റെ വീട്ടോട് താമസിക്കുന്നിടത്ത് വന്ന് ഞാൻ അവിടുന്ന് ഇവളോട് പോകാൻ പറഞ്ഞു, എല്ലാം കൂടി കച്ചറ. അങ്ങനെ ഞാൻ പറഞ്ഞു അവളോട്, പിന്നെ ഞാൻ ഓനോട് പറഞ്ഞു എന്റെ കൂടെ ഇപ്പം എന്തായാലും ഞാൻ പറഞ്ഞേക്കൂല, ഇതിന് എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ആരെങ്കിലും ഒന്ന് ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്താലേ പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഒരു വിവരം അവിടെ പറയൂ, എന്നിട്ട് അവരുടെ ഉത്തരവാദിത്തത്തിൽ ഓള് പോരുകയാണെങ്കിൽ ഓള് പോന്നോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ പിടിച്ചു വെച്ചിട്ട് ഓളോട് പോകണ്ടെന്ന് ഒന്നും പറഞ്ഞില്ല. ഇന്ന് വരെ ഞാൻ അവളോട് പറഞ്ഞില്ല അങ്ങനത്തെ ഒരു സംഭവം. എന്താ വെച്ചാൽ ഒരു ചെറുതുള്ളത്, ഒരു 3 വയസ്സായ ഒരു മോളുണ്ട്, ആ മോക്ക് ആരും ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു 2 സൈഡിലാവുമ്പോൾ ഉമ്മയും ബാപ്പയും 2 ഭാഗത്താവുമ്പോൾ പല പ്രശ്നങ്ങളും ആയിരിക്കും. അപ്പൊ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടി പോയി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. പക്ഷെങ്കിൽ അതിലൊന്നും ഒങ്ങേക്കില്ല. പിന്നെ ഓനെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞയച്ച് ഞങ്ങൾ അന്ന് വൈകുന്നേരം കഴിഞ്ഞ 28-ാം തീയതി സ്റ്റേഷനിൽ പോയി എല്ലാ വിവരങ്ങളും വെച്ച് ഓന്റെ ലഹരിന്റെ ഉപയോഗങ്ങളും എല്ലാം വെച്ചിട്ട് കറക്റ്റ് എഴുതി അവിടെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തതാ. അങ്ങനെ അതിൽ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് നിങ്ങൾ 2 കൂട്ടരും ഒന്ന് വരണോ, ഞാൻ അവരെയും വിളിക്കൂ എന്ന്, നാളെ വന്നോടെ ചോദിച്ചു. വരാന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അവിടെ പോയി അവര് സംസാരിച്ച് ഇവളെ ഇരുത്തി ഒരു സാറ് ഇവളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ഇവളെല്ലാ വിവരങ്ങളും പറയുകയും ചെയ്ത്. അപ്പോ ഓനോട് കുറച്ച് സാധനങ്ങൾ ഓൾക്ക് തരാൻ വേണ്ടി പറഞ്ഞതിനും എന്തോ സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ ഉണ്ട്, അതൊന്ന് കൊണ്ടുതരാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പൊ ഓന് പോലീസുകാരോട് വരെ ഭയങ്കര ശക്തമായിട്ട് എതിർത്തുങ്ങാനാണ് വർത്തമാനം പറഞ്ഞത്. അങ്ങനെ പിന്നെ ഓന്റെ വാപ്പനോടും ഏട്ടനോടും പറഞ്ഞ് പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞു. അവര് 2 ദിവസത്തിനുള്ളിൽ കൊണ്ടുതരുമെന്ന് പറഞ്ഞു. ആ സാധനങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല, പിന്നെ അതിനെപ്പറ്റി ഒരു വിവരമില്ല. അവര് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞതിന് അവർ കൊണ്ടു തന്നില്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് വിവരം അറിയിക്കേണ്ടിയിരുന്നു. അങ്ങനെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ച് യാതൊരു റിസൾട്ടും ഇല്ല അതിന്. പിന്നെ ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെപ്പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി പോലെ കറക്റ്റായിട്ട് എടുത്തിന് അന്ന് എന്റെ മോളെ പെട്ട് ജീവനോടുണ്ടാവില്ല. ഇതിന്റെ ശരിക്കും ഇവരുടെ മാതാപിതാക്കളാണ് ഇതിന് ശരിക്കും ഉത്തരവാദി. അവർ ഇതിന് തക്കതായ ഒരു നടപടിയോടുകൂടി ഇതിനെ എടുത്തിനെങ്കിൽ ഇങ്ങനെ സംഭവിക്കൂലായിരുന്നു. ഞാൻ അവന്റെ ജ്യേഷ്ഠനോട് ഞാൻ പറഞ്ഞു ഉമ്മനെ വാപ്പനെയും കൂട്ടി ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇവിടം വെച്ച് പറഞ്ഞു തീർക്കാന്ന്. ഓര് വന്നില്ല, പള്ളി കമ്മിറ്റി വിളിച്ചിട്ടും വന്നില്ല, ഞാനും ഇവിടേക്ക് വിളിച്ചിട്ടും വന്നില്ല. അവരോട് ഒന്ന് സഹകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു. ഓലാണ് ഇതിന് മെതിന് ഉത്തരവാദി. ഇതിനോന് എത്ര വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റി അത് കൊടുക്കണം.
വിവാഹം നേരത്തെ ഉറപ്പിച്ചിരുന്നല്ലോ, അതായത് ഷിബിലയുടെ നിക്കാഹ് നേരത്തെ ഉറപ്പിച്ചിരുന്നല്ലോ. ആ സമയത്താണ് ഞാൻ കോടതിയിലൊക്കെ പോകുന്നത്. ഭീഷണിപ്പെടുത്തിയതാണോ ഇങ്ങനെ കൂടെ പോകണമെന്ന് പറഞ്ഞു? ഇപ്പൊ ബലമായ സംശയിക്ക് അവൻ അന്ന് ഒന്നുകിൽ ഇന്നെ കൊല്ലൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും അവളെ ഓന്റെ കൂടെ പോയത്. അല്ലാണ്ട് ഓള് ഒരു കാരണവശാലും ഇന്നെ പിരിഞ്ഞോള് പോവില്ല. എനിക്കറിയാം. ഞാൻ സ്നേഹിച്ചങ്ങനെ കൊണ്ടുവന്ന എന്റെ 2 മക്കളാണ്. ഓല് അതിനനുസരിച്ച് ഓല് നിൽക്കൂ. എനിക്കറിയാം. എന്നുവെച്ചാൽ ഓന്റെ ഭീഷണിക്ക് വാങ്ങിയിട്ടല്ലാണ്ട് ഓള് പോവില്ല എന്നുള്ള ബലമായ സംശയമുണ്ട്. അതുപോലെ കോളേജിൽ ഇപ്പം ഞാൻ വന്നെന്ന് പറഞ്ഞ് ഞാൻ മരിച്ചിക്കോന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഞാൻ തീർക്കാൻ വന്നതാണെന്ന് ബലമായ സംശയം ഉണ്ട് അതിലും. ഓനത് ചെയ്യൂ. പോലീസിന്റെ ഒരു ഉദാസീനതയാണ് കാരണം. അപ്പൊ കൂടുതൽ അന്വേഷണമോ അല്ലെങ്കിൽ പരാതികളൊക്കെ സംബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലഹരിപരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുമ്പോൾ ഒന്ന് വന്ന് അന്വേഷിക്കണ്ടേ ഓനെ പറ്റി ഇവിടെ നാട്ടിൽ വന്ന് ഏത് ചെറിയ മക്കളോട് ചോദിച്ചാൽ ആൾക്കാർ പറയൂ ഓനെങ്ങനത്തെ ഒരാളാണെന്നുള്ളത്. അതുപോലെ ഒന്ന് അന്വേഷിക്കാതെ ഭയങ്കര സങ്കടമുണ്ട്. പോലീസിന്റെ ഉദാസീനക്ക് എന്തായാലും പോലീസ് മേലധികാരികൾക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വകുപ്പിന് പരാതി കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പരാതിയുടെ കാര്യങ്ങളൊക്കെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. തുടരെ നീക്കിക്കൊണ്ടിരിക്കും. മഹല്ല് കമ്മിറ്റി വിഷയം പരിഹരിക്കാൻ നോക്കിയതായിരുന്നില്ല, അത് ഇവിടെ എത്തിയില്ലായിരുന്നു. അവര് വിളിച്ചിട്ട് ഇവർ വന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. മഹല്ല് കമ്മിറ്റി വന്നില്ല. മഹല്ല് കമ്മിറ്റി അല്ല, മഹല്ല് കമ്മിറ്റി അല്ല വരാണ്ടിരുന്നത്. യാസറിന്റെ വാപ്പ വിളിച്ചറിഞ്ഞ് ഓനിന്ന് പെയിന്റിങ്ങിന്റെ പണിയുണ്ട്, അത് തീർക്കാൻ വേണ്ടി പോയതാണ്. അതിനെ കൊണ്ട് ഓന് കൂടൂല. നമ്മളൊരു ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ എന്ത് പണി ഒഴിവാക്കി ഓൻ വരികയാണല്ലോ വേണ്ടിയത്. ഓനോ കുട്ടിനെ വേണമെങ്കിൽ അവളോട് അത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഓൻ വരണ്ടേ. ഓന് ഷബീറുമായിട്ട് നിക്കാഹ് ചെയ്ത സമയത്ത് ഷബീറിനെ ഓളെ എവിടെയെങ്കിലും വെച്ച് ഇനി എവിടെ പോയാലും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവന്റെ അപ്പുറം തന്നെ പോയത്. ഷബീർ എന്ന് പറയുന്നത് ആദ്യം നിക്കാഹ് ചെയ്ത ആള്. ഈ സംഭവ ദിവസം ഈ യാസർ ലഹരി ഉപയോഗിച്ചിട്ടാണ് വന്നതെന്ന് തോന്നുന്നത്. അങ്ങനെയായിരുന്നു അയാളുടെ പെരുമാറ്റം. അതിന്റെ തലേ ദിവസം ഇവിടെ വന്നിരുന്നു. അപ്പൊ വിളിഞ്ഞോട് പറഞ്ഞു ഓനെ നല്ലോണം മണക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞക്ക്. വെള്ളടിച്ചാ വന്നത് എന്നൊക്കെ പറയുന്നത് എന്തോ മണക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞക്ക്. അന്നത്തെ യാഥാർത്ഥ്യം ഇവർക്ക് മനസ്സിലാക്കാനോ ലഹരി ഉണ്ടോ എന്ന് നോക്കാനോ അവർക്ക് സമയം കിട്ടിയില്ല. സഡൻ ടൈമിലുള്ളതായതുകൊണ്ട് മദ്യപിച്ചോ ഇല്ലോ എന്നുള്ളതിന്റെ പൂർണ്ണ വിവരം ഇവർക്കില്ല. പറഞ്ഞിട്ടുണ്ട്. നല്ലോണം മദ്യപിച്ച് വന്ന് കണക്കില് ഒരു സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞു പൊട്ടിക്കുകയെ അവളെ ഭയങ്കര ക്രൂരമായിട്ട് അവിടെ ഒരുപാട് സംഗതികൾ ചെയ്തിക്ക്. ഷിബില അന്ന് പരാതി കൊടുക്കാൻ വന്ന സമയത്ത് എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞു, ഇവൻ മദ്യപിച്ച് വന്നാൽ ഈ അവന്റെ പെരുമാറ്റം വളരെ ഒരു സാഡിസ്റ്റ് മനോഭാവത്തിൽ അവൻ കാണിക്കാന്നു തോന്നുന്നു. അത് ശാരീരികമായി ഒക്കെ തന്നെ ഉപദ്രവിച്ചിട്ട് ആ ഉപദ്രവത്തിൽ സന്തോഷം കാണുന്നുണ്ടെന്നാണ്. പിന്നെ 4 ബാങ്കിൽ നിന്ന് ഇവളെ പേരിൽ ലോൺ എടുത്ത് വെച്ചിട്ട് ആ ലോണുകാര് 4 ബാങ്കുകാരും ഇവിടെ വന്ന് ഞാനാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ബാങ്കിൽ നിന്ന് വന്ന ആൾക്കാർ ഓനെ വിളിച്ചിട്ട് കിട്ടായിട്ട് ഓന്റെ അമ്മനെ വിളിച്ച് ഞാൻ നമ്പറിൽ വിളിച്ചു തരാം ബാങ്കുകാരോട് പറഞ്ഞത് പിന്നെ ഷിബിലാണ് ലോൺ എടുത്തത്, ഓളെ വീട്ടിൽ പൊയ്ക്കോളി, ഓളോട് വാങ്ങിക്കോളി, ഞങ്ങൾ എടുത്തില്ല, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും ആരും ചെയ്തോളി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ബാങ്കുകാർ അങ്ങോട്ട് ചോദിച്ച് പിന്നെ ഞങ്ങളെ മോന് വേണ്ടിയിട്ടല്ലേ ഓളെ എടുത്തത്, അപ്പൊ നിങ്ങള് ഓനല്ലേ സഹകരിക്കേണ്ടത്, ഓൾക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, ഓനല്ലേ കൊടുക്കേണ്ടത്. അപ്പൊ ഉമ്മ പറയുന്നത് ഇങ്ങോട്ട് വാടാനെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞത്. പച്ചത്തെറിയാ പറഞ്ഞത്. ലോൺ എടുത്തത് പിന്നെ ആദ്യം ഗൾഫ് പോയിഞ്ഞു, അല്ല ഒരു പ്രാവശ്യം ഗൾഫ് പോയിഞ്ഞു, അതിന്റെ പൈസ 60,000 റുപ്യ കൊടുക്കാണ്ടെന്നും പറഞ്ഞിട്ടാണ് ഒരു പ്രാവശ്യം എടുത്തത്. പിന്നെ അല്ലാണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ട് ലോണൊക്കെ എടുത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓലെടുപ്പിക്കലാണ് കുറെ കാര്യങ്ങൾ. ഓൾക്ക് വേണ്ടിയിട്ട് ഓൾ ഒപ്പിട്ട് കൊടുക്കുന്ന പറഞ്ഞു, ഉമ്മക്ക് വേണ്ടിയിട്ടും. ലഹരി ഉപയോഗിക്കുന്ന സമയത്തും ആർഭാട ജീവിതം നയിക്കുന്ന സമയത്തും പണം ആവശ്യമാണല്ലോ. കൃത്യമായ ഷോപ്പിൽ മാത്രം ജോലി ചെയ്യുന്നവന് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പണം ഉണ്ടായിക്കൊള്ളണം. അപ്പൊ തുച്ഛമായ പൈസയാണ് ഇപ്പൊ ഷോപ്പിൽ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടന്നോണമെന്നില്ല. അതുകൊണ്ട് ഇവളെ ഉപയോഗപ്പെടുത്തി ലോൺ എടുക്കുന്നു, ആർഭാട ജീവിതം നയിക്കുന്നു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. ആ രീതിയാണ് സ്വീകരിച്ചുള്ളത്. അതിന് ഓല ഉമ്മയും ബാപ്പയും സപ്പോർട്ട് കാണും കുടുംബം. മോളൊരു ചെയിൻ ഉണ്ടായിട്ട് അതുവരെ ഇപ്പം ബാങ്കിൽ വെച്ചതാണ്. എന്താവശ്യത്തിനാന്നുള്ള ഒന്നും അറിയൂല. ഓന് ലഹരി ഉപയോഗിക്കാനായിരിക്കും, അല്ലാതെ വെക്കാൻ ചാൻസ് ഇല്ല. എങ്ങനെ സ്നേഹം ഇവിടെ ഇപ്പൊ അടുത്ത ദിവസം ഒരു ദിവസം വന്നപ്പോ ഓളം കാണാനൊന്നും വന്നില്ല. അന്നപ്പോൾ ഉറങ്ങിയതായിരുന്നു. മിനിയാന്ന് വന്നു. അതിന്റെ തലേ ദിവസം വന്നപ്പോ
രണ്ട് മാസം പോരായി ഇവിടെ ആയിട്ട് ഓരോന്ന് വിളിച്ചു നോക്കിയ വരെ അങ്ങനത്തെ യാതൊരു ഇതില്ല. ചെറുതുമായിട്ടുള്ള വലിയ സ്നേഹം കാര്യമൊന്നുമില്ല. ആരും വിളിക്കലും നോക്കലൊന്നുമില്ല. ഒന്നുമില്ല. അത് മോളെ ബർത്ത്ഡേ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിരുന്നു. അത് ഓനോട് പറയാഞ്ഞിട്ട് ചെയ്തതാന്നാവും പറഞ്ഞത്. അതങ്ങനെ കഴിച്ചോന്നല്ല, ഓലൊരു കേക്ക് വാങ്ങി മുറിച്ച് മോളെ താത്ത ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു, അത്രേ ഉള്ളൂ. ഡ്രസ്സ് കത്തിക്കാൻ പ്രധാന കാരണം താമരശ്ശേരിയിലെ ഷിബിലയുടെ വധക്കേസിൽ പ്രതികരിക്കുകയായിരുന്നു ഷിബിലയുടെ കുടുംബം. യാസറിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. യാസർ ലഹരിക്ക് അടിമയാണ്, ഇത്തരത്തിൽ സാഡിസ്റ്റ് മനോഭാവമുള്ള ഒരു വ്യക്തിയാണ്. ഷിബിലയെ നിരന്തരമായി ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുമായിരുന്നു. അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. യാസറിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായത് പോലീസിൽ വരെ പരാതി നൽകി. പക്ഷേ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇതിനെതിരെ വന്നൊന്ന് അന്വേഷിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം പോലീസിനെതിരെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉയരുന്നുണ്ട്. അങ്ങനെ പോലീസ് എത്തി അന്വേഷിച്ചിരുന്നെങ്കിൽ, ഇതിന് തുടക്കത്തിലെ ഒരു നടപടി എടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടെ മകളെ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് ആ അച്ഛൻ വളരെ വേദനയോടെ ഇപ്പോൾ പറഞ്ഞത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മൈസൂരുവിലെ ഒറ്റമൂലി ചികിത്സകൻ ഷാബ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. മഞ്ചേരി 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം തുഷാറാണ് വിധി പ്രസ്താവിക്കുക. 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ്, 2-ാം പ്രതി ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന 9 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതെ വളരെ ആസൂത്രണത്തോടെ പ്രതികൾ നടത്തിയ ഒരു കൊലപാതകമാണ്. ഒരു മനുഷ്യനെ അങ്ങ് മായ്ച്ചു കളയുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമാണ് പ്രതികൾ നടത്തിയത്. പക്ഷേ അത്തരത്തിലുള്ള തെളിവുകളോ ദൃക്സാക്ഷികളോ ഇല്ലെങ്കിൽ പോലും കുറ്റക്കാരെ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ എത്തിക്കാൻ സാധിച്ചിരുന്നു. അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും ഒക്കെ അവരെ കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകം. ഇന്ന് നമ്മൾ ശിക്ഷാവിധി വരുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം? കേരളത്തിലെ ഈ കേസുകളുടെ അന്വേഷണത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഈ ഷാബ ഷെരീഫ് വധം മാറുന്നത് അതിൻ്റെ ആ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള രീതി കൊണ്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെളിവും ശേഷിക്കാതെ ഒരാളെ തീർത്ത് കളഞ്ഞ അല്ലെങ്കിൽ മായ്ച്ചു കളഞ്ഞ രീതിയിൽ ആണ് ഷാബ ഷെരീഫിനെ ഇല്ലാതാക്കിയത്. ആ കേസിലാണ് അതിലെ മുഖ്യപ്രതിയായ ഷൈബിൻ അഷ്റഫിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഈ കോടതിയിൽ ഇയാൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷൈബിൻ അഷ്റഫ് അതേപോലെ 2-ാം പ്രതിക്ക് 6-ാം പ്രതിക്ക് അങ്ങനെ 3 പേർക്ക് എതിരെയുള്ള കുറ്റങ്ങളിൽ ഇന്ന് വിധി പ്രസ്താവിക്കുമ്പോൾ ഇവർ ചെയ്ത ഈ കുറ്റകൃത്യങ്ങൾ തെളിവുകളില്ല എന്ന് അവർ വിശ്വസിച്ചിട്ടും പോലീസിൻ്റെ അന്വേഷണ സംവിധാനങ്ങളുടെ മികവ് അത് എത്രമാത്രം ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു കോടതി വിധി. ഇന്ന് 11 മണിക്ക് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഷൈബിൻ അഷ്റഫിനെതിരെ ചുമത്തിയിട്ടുള്ള മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളും മറ്റ് 2 പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് തെളിവ് നശിപ്പിക്കലും അതേപോലെ തട്ടിക്കൊണ്ടുപോരലും ഒക്കെ എത്രമാത്രം ശിക്ഷകളുടെ കണക്കിൽ എത്രമാത്രം വരും എന്നുള്ളതാണ് അറിയേണ്ടത്. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ. അതായത് ഈ ഒറ്റമൂല്യ രഹസ്യം മനസ്സിലാക്കി ആ മരുന്ന് വിപണിയിലെത്തിച്ച് പണം സമ്പാദിക്കലായിരുന്നു ഷൈബിൻ അഷ്റഫിൻ്റെ ലക്ഷ്യമുണ്ടായിരുന്നത്. അതിനുവേണ്ടിയാണ് ഒരു മനുഷ്യനെ ഇത്തരത്തിൽ ഇല്ലാതെയാക്കിയത്. അപ്പോൾ ആ കുടുംബം ദരിദ്രമായ കുടുംബമാണ്. അപ്പോൾ അവർക്കുള്ള നഷ്ടപരിഹാരം അത് ഷൈബിൻ അഷ്റഫിൻ്റെ കയ്യിൽ നിന്നും ഏറ്റവും പരമാവധി നേടിക്കൊടുക്കാൻ കൂടി ശ്രമം നടത്തുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. അതിനുവേണ്ട വാദങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ ആ കാര്യത്തിൽ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും നിയമം അനുശാസിക്കുന്ന ഈ തെളിയിക്കപ്പെട്ട കുറ്റങ്ങളിൽ ഏറ്റവും ഉയർന്നത് ലഭിക്കണം എന്ന് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വാദങ്ങൾ നിരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള ശിക്ഷയാകും ഈ പ്രതികൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. എന്നാണെങ്കിലും സമൂഹത്തിന് മാതൃകയാകുന്ന ഒരാൾ തെളിവുകൾ ഇല്ലാതെ ഒരാളെ കൊന്നൊടുക്കിയാലും തെറ്റ് ചെയ്തുവെന്ന് തെളിയിക്കാൻ കഴിയുമെന്നും അതിൽ ശിക്ഷ നൽകാൻ കഴിയുമെന്നും ഒരു മുന്നറിയിപ്പ്, അങ്ങനത്തെ ഒരു തെളിവ് സഹിതമുള്ള മുന്നറിയിപ്പ് നൽകുവാൻ ഈ കോടതി വിധി കൊണ്ട് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്.
തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാവിധിയാണ് കോടതിയിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു മനുഷ്യനെ ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതെ ദൃക്സാക്ഷികളില്ലാതെയൊക്കെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് മിഥ്യാധാരണ ഉള്ളവർക്കെല്ലാം ഒരു പാഠമാകണം ഇന്നത്തെ ശിക്ഷാവിധി എന്നുള്ളതാണ് പ്രോസിക്യൂഷനും കോടതിയിൽ വാദിച്ചത്. ലഹരിക്കെതിരെ നാടെങ്ങും വലവിരിച്ച് പോലീസ്. കൊല്ലത്തെ MDMAയുമായി പിടിയിലായ യുവതിയിൽ നിന്ന് കൂടുതൽ മയക്കുമരുന്ന് കണ്ടെടുത്തു. മെഡിക്കൽ പരിശോധനയിലാണ് സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച MDMA കണ്ടെടുത്തത്. അഞ്ചാലമൂട് സ്വദേശിനി അനില രവീന്ദ്രനാണ് പിടിയിലായത്. 46 ഗ്രാം MDMA ആണ് മെഡിക്കൽ പരിശോധനയിൽ പിടിച്ചത്. കഴിഞ്ഞ ദിവസം ഇവരിൽ നിന്ന് 50 ഗ്രാം MDMA കണ്ടെത്തിയിരുന്നു. പാക്കറ്റുകളിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി. വിനീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, ഈ മെഡിക്കൽ പരിശോധനയിലാണല്ലേ ഈ യുവതി ഒളിപ്പിച്ച നിലയിലുണ്ടായിരുന്ന കൂടുതൽ MDMA കൂടി കണ്ടെത്തിയിരിക്കുന്നത്? തീർച്ചയായും ആര്യ, വലിയ രീതിയിലുള്ളൊരു MDMA വേട്ടയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു യുവതി പിടിയിലായത്. യുവതി ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന MDMA ആണ് കൊല്ലം പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇത് നീണ്ടകര പാലത്തിന് സമീപത്ത് വെച്ചാണ് പിടികൂടിയത്. ആദ്യം ഇവർ കാറിൽ ഒളിപ്പിച്ചു വെച്ച 50 ഗ്രാം MDMA ആണ് പോലീസ് കണ്ടെടുത്തത്. തുടർന്ന് ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഇവർക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. അങ്ങനെയാണ് ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. വൈദ്യപരിശോധനയിലാണ് 46 ഗ്രാം MDMAയും കൂടി ഇവരിൽ നിന്നും കണ്ടെത്തിയത്. ഇവരുടെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിലാണ് ഈ 46 ഗ്രാം MDMAയും കൂടി പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് വ്യക്തമാകുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകുന്നതിനായി അവരെ ലക്ഷ്യമിട്ടാണ് വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നു. അവരെ ലക്ഷ്യമിട്ടാണ് തന്നെയാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഈ യുവതി മുൻപും സമാനമായ കേസിൽ പിടിയിലായതാണ്. ഇവരുടെ എവിടെ നിന്ന് കൊണ്ടുവന്നതിനെ കുറിച്ചും ഇതിന്റെ ഉറവിടത്തെ കുറിച്ചും പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള MDMA വേട്ട തന്നെയാണ് നടന്നിരിക്കുന്നത് കൊല്ലത്തും. കഴിഞ്ഞ ദിവസം നിരവധി സ്ഥലങ്ങളിൽ നിന്നായിട്ട് ലഹരി ഗുളികകളടക്കം പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും വലിയ രീതിയിലുള്ള പരിശോധനകൾ ജില്ലയിൽ തുടരുന്നു. ആര്യ, തീർച്ചയായും വിനീഷാണ് കൊല്ലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും വൻ ലഹരി വേട്ടയാണ് നടന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മയക്കുമരുന്ന് പിടിച്ച കേസിൽ കൂടുതൽ അറസ്റ്റ്. ലഹരി സംഘത്തിലെ മുഖ്യ കണ്ണി കണ്ണൂർ സ്വദേശി അഷ്കറാണ് ബംഗളൂരുവിൽ പിടിയിലായത്. ഇയാളെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. നേരത്തെ തിരുവനന്തപുരം വേട്ടമുക്ക് സ്വദേശി അജിനിൽ നിന്ന് 71 ഗ്രാം MDMA പിടികൂടിയിരുന്നു. ഇയാൾക്ക് ലഹരി വസ്തു കൈമാറിയത് അഷ്കറാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് MDMA വിഴുങ്ങിയതായി സ്ഥിരീകരണം. താമരശ്ശേരി അരയത്തുംചാലിൽ സ്വദേശി ഫായിസ് ആണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഇയാൾ നേരത്തെ MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ്. പ്രതിയെ കൂടുതൽ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഈ പോലീസിന്റെ പിടിയിലാകും എന്ന് ഉറപ്പുള്ള ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഷാനിദിനെ പോലെ തന്നെ ഫായിസും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ആ ഒരു സാഹസികതയ്ക്ക് മുതിരുകയായിരുന്നു അല്ലേ? യെസ്, അനീഷിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും ഫായിസിനെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഫായിസ് ഉള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, കൊച്ചി SRM റോഡിൽ യുവാവിനെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കാർ കസ്റ്റഡിയിൽ. സംഭവത്തിൽ പത്തനംതിട്ട സ്വദേശി അഭിജിത്ത് അറസ്റ്റിലായി. ഇടപ്പള്ളിയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. മദ്യപ സംഘത്തിന്റെ വിളയാട്ടം ചോദ്യം ചെയ്തതിനായിരുന്നു യുവാവിനെ കാറിന്റെ ബോണറ്റിൽ വെച്ച് 1 കിലോമീറ്ററോളം വാഹനം ഓടിച്ചത്. കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഏറെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ആജ്ഞ രവീന്ദ്രനിലേക്ക് കടക്കുകയാണ് നമ്മൾ ആദ്യം. ആജ്ഞ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്തായാലും ഈ അഭിജിത്തിനെ പിടികൂടാനായിട്ടുണ്ട് അല്ലേ? ആര്യ,
അഭിജിത്തിനെ കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇന്ന് ഇടപ്പള്ളിയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. കാറ് അമർനാഥ് എന്ന് പറയുന്ന ആളുടെ അമ്മയുടെ പേരിലുള്ളതാണ്. ഈ അമർനാഥിനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ആരും പറഞ്ഞതുപോലെ ദൃശ്യങ്ങളിൽ തന്നെ ഒരു യുവാവിനെ ഒരു 1/2 കിലോമീറ്റർ ദൂരത്തോളമാണ് ബോണറ്റിൽ വെച്ച് വളരെ സ്പീഡിൽ കാർ ഓടിച്ചു പോയത്. ഇത് മദ്യപ സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടയിലായിരുന്നു സംഭവം ഉണ്ടായത്. അതിൽ ഇടപെടാൻ ശ്രമിച്ച നാട്ടുകാരനാണ് പരിക്ക് പറ്റിയത്. എന്തായാലും നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് കേസുള്ളത്. നോർത്ത് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാറിന്റെ ഉടമയെ ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിലാണ്. അതേസമയം അഭിജിത്തിനെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട സ്വദേശിയാണ്. അഭിജിത്തിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അഭിജിത്തിനെ ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അമർനാഥിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ലോക്സഭാ മണ്ഡലം പുനർനിർണയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ച യോഗം ഇന്ന് ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയനും തെലങ്കാന, പഞ്ചാബ് മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കും. പിന്തുണ അറിയിച്ച മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാരും യോഗത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷ. ചെന്നൈയിലെ സ്വകാര്യ ഹോട്ടലിൽ രാവിലെ 10-നായിരിക്കും യോഗം ചേരുക. നാഷണൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, ഇത് പ്രതിപക്ഷ ഐക്യത്തിന്റെ ഒരു വേദി കൂടിയായി മാറുകയാണ് ഈ നിർണായകമായ യോഗം എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ വന്നൊരു ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് അവിടെ എത്തിയിട്ടുള്ള നേതാക്കന്മാരുടെ എല്ലാം പേരെഴുതിയിരിക്കുന്നത് പ്രാദേശിക ഭാഷകളിലാണ്. അപ്പോൾ ഈ മണ്ഡല പുനർനിർണയത്തിനപ്പുറം ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കൽ നയം, അത്തരത്തിൽ കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരായി ഉള്ള എല്ലാം ഒരു വലിയ പോരാട്ടമായി ഈ സമ്മേളനം മാറുകയല്ലേ? ആര്യ, കേന്ദ്ര സർക്കാരിനെതിരെ BJP ഇതര സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മണ്ഡല പുനർനിർണയം വരുമ്പോൾ നഷ്ടം വരുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട പാർട്ടികളെയാണ് ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അങ്ങനെ BJP ഇതര പാർട്ടികളെല്ലാം ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രധാന പാർട്ടികളെല്ലാം ക്ഷണിച്ചിട്ടില്ല. UP-യിൽ നിന്ന് അഖിലേഷ് യാദവിനെ SP-യുടെ പ്രതിനിധിയോ ബീഹാറിൽ നിന്ന് RJD-യുടെ പ്രതിനിധിയോ ഒന്നും ക്ഷണിച്ചിട്ടില്ല. കാരണം ഈ മണ്ഡലം നിർണയിച്ചു കഴിഞ്ഞാൽ നഷ്ടമുണ്ടാകുന്ന സംസ്ഥാനങ്ങൾ പ്രധാനമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് അത്തരത്തിൽ നഷ്ടമുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നഷ്ടമുണ്ടാകുന്ന സംസ്ഥാനം ബംഗാൾ അതിൽ ഒരു സംസ്ഥാനമാണ്, ഒറീസ ഒരു സംസ്ഥാനമാണ്. അത്തരം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെയാണ് പ്രധാനമായും വിളിച്ചിട്ടുള്ളത്. ഈ മണ്ഡല പുനർനിർണയം നടപ്പായി കഴിഞ്ഞാൽ ആനുപാതികമായി ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ ആനുപാതികമായ കുറവ് ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം ഉണ്ടാവും. തമിഴ്നാടിന് വലിയ നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ മണ്ഡലങ്ങളുടെ എണ്ണം ആകെ കുറയില്ല എന്ന് അമിത്ഷാ പറയുമ്പോഴും ആകെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543-ൽ നിന്ന് 750 ഉയർത്തുമ്പോൾ തമിഴ്നാടിന് അങ്ങനെയാണെങ്കിൽ അധിക സീറ്റ് ലഭിക്കില്ല. ഇപ്പോൾ ഉള്ള അനുപാതം തമിഴ്നാടിൻ്റെ അനുപാതം നഷ്ടപ്പെടും. കേരളത്തിനടക്കം അനുപാതത്തിൽ നഷ്ടമുണ്ടാവും. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളെയാണ് പ്രധാനമായും കേരളം, കർണാടകം, അതോടൊപ്പം തന്നെ തെലങ്കാന, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് വിളിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിമാരായി എത്തിയിട്ടുള്ളത് ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ എത്തിയിട്ടുണ്ട്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എത്തിയിട്ടുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് തൃണമൂൽ കോൺഗ്രസിന് മാത്രമാണ് ക്ഷണിച്ചിട്ട് ഇതുവരെയും ഔദ്യോഗികമായ ആ ക്ഷണം നിരസിച്ചിട്ടില്ല എങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി എത്തില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട BJD-യുടെ പ്രതിനിധി നവീൻ പട്നായിക്കിൻ്റെ പ്രതിനിധി എത്തിയിട്ടുണ്ട്. BRS-ന്റെ പ്രതിനിധി എത്തിയിട്ടുണ്ട്. രാമറാവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് NK പ്രേമേന്ദ്രൻ MP, RSP-യിൽ നിന്ന് മുസ്ലിം ലീഗിൽ നിന്ന് PMA സലാമ, കേരള കോൺഗ്രസിൽ നിന്ന് ജോസ് കെ മാണി തുടങ്ങിയവരും കേരളത്തിൽ നിന്ന് CPI-യിൽ നിന്ന് ബിനോയ് വിശ്വം എന്നിവരും എത്തിയിട്ടുണ്ട്. ഈ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക അവിടെ ഒരു പ്രവർത്തന സമിതി രൂപീകരിക്കുക എന്നുള്ളതാണ്. ഈ ഡീലിമിറ്റേഷനെതിരായ ഒരു പ്രവർത്തന സമിതി രൂപീകരിക്കുക. അതിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമിതി എന്നുള്ളത് തന്നെയാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം ഉള്ളത്. കാരണം എങ്ങനെ ഒരു ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാവും. ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കണമെന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നയമായിരുന്നു. കേന്ദ്ര സർക്കാർ അത്തരമൊരു നയം സ്വീകരിച്ചപ്പോൾ തന്നെ തുടർന്നുള്ള
മണ്ഡല പുനർനിർണ്ണയം നിശ്ചിത കാലത്തേക്ക് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കില്ല എന്നുള്ളൊരു ഭരണഘടനാ ഭേദഗതി അടക്കം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടപ്പാക്കിയിരുന്നു. ആ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങൾക്കും കനത്ത തിരിച്ചടി നേരിടുകയും എന്നാൽ ജനസംഖ്യ നിയന്ത്രിക്കണം എന്ന കാര്യം നിർദ്ദേശിച്ചപ്പോൾ അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോയ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകും. മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ആകെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ നേട്ടമുണ്ടാവുകയും ചെയ്യുന്ന ഒന്നാണ് ഈ പുതിയ ഡീലിമിറ്റേഷൻ. എന്നാൽ BJP വാദിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒരു MP 30 ലക്ഷത്തിലധികം അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്നു. കേരളമടക്കം ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒരു MP പ്രതിനിധീകരിക്കുന്നത് 20 ലക്ഷത്തിൽ താഴെ അംഗങ്ങളെയാണ്. അതുകൊണ്ട് ഈ അനുപാതം വരുത്താൻ വേണ്ടിയാണ് നിലവിലുള്ള ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 2026 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മണ്ഡലങ്ങൾ പുനർനിശ്ചയിക്കുന്നത് എന്നുള്ള ഒരു വാദമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഈ നഷ്ടം വരുന്ന സംസ്ഥാനങ്ങൾ പ്രധാനമായി ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാർ നയം നടപ്പാക്കിയതിൻ്റെ പേരിൽ മനഃപൂർവ്വമായി ശിക്ഷിക്കുകയാണ്. മറ്റൊരു രാഷ്ട്രീയം കൂടി ഇതിലുണ്ട്. BJPക്ക് നിലവിൽ ഗണ്യമായ സ്വാധീനമുള്ള അല്ലെങ്കിൽ BJPക്ക് മേൽക്കൈയുള്ള സംസ്ഥാനങ്ങളിലെയാണ് ആകെ സീറ്റുകളുടെ എണ്ണത്തിലൊക്കെ വലിയ വർധന വരുന്നത്. നിലവിലെ കണക്കനുസരിച്ച് UPയിലെ സീറ്റുകൾ 80-ൽ നിന്ന് 125-ലേക്കും 127-ലേക്കുമൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം BJP അടുത്ത തവണ അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു നീക്കമാണ് ഇതിൻ്റെ ഭാഗം എന്നതുകൂടി ഉന്നയിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ യോജിച്ച് നിൽക്കാൻ കഴിയുന്ന പാർട്ടികളുടെ എല്ലാം കൂടി പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തിൽ ഒരു പ്രവർത്തന സമിതി രൂപീകരിക്കുന്നത്. ഇതിനെതിരെ BJP ഉന്നയിക്കുന്നത് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ സർക്കാരിൻ്റെ DMK സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ മറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്ത്രപരമായ മറ്റൊരു സമരം കൂടി അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഇന്ന് തമിഴ്നാട്ടിൽ നടക്കുന്നു. അത് കേരളത്തിലെയും കർണാടകത്തിലെയും പ്രതികൂട്ടിലാക്കുന്ന തരത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ചെന്നൈയിലുള്ളപ്പോൾ അന്തർ സംസ്ഥാന ജല വിഷയത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കെതിരെയുള്ള ഒരു കരിങ്കൊടി പ്രതിഷേധം കൂടിയാണ് BJP നടത്തുന്നത്. ശരി, കിരൺ ബാബുവാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേർന്നത്. ലോക്സഭാ മണ്ഡലം പുനർനിർണയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ച യോഗം 10 മണിയോടുകൂടി ആരംഭിക്കും. പ്രതിപക്ഷ ഐക്യത്തിന്റെ ഒരു വേദി കൂടിയായി ആ യോഗം മാറും എന്നുള്ളതാണ്. മറ്റു വാർത്തകളിലേക്ക്. കർണാടകയിൽ കന്നഡ അനുകൂല സംഘടനകൾ പ്രഖ്യാപിച്ച ബന്ദ് ഭാഗികം. ബംഗളൂരു നഗരത്തെ ബന്ദ് ബാധിച്ചിട്ടില്ല. മറാഠി സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിൽ കർണാടക SRTC കണ്ടക്ടറെ ബലഗാവിയിൽ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് കന്നഡ അനുകൂല സംഘടനകളുടെ ബന്ദ്. കർണാടകയിലെ 48 MLA-മാർ ഹണി ട്രാപ്പിൽപ്പെട്ടെന്ന സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണയുടെ വെളിപ്പെടുത്തലിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. കഴിഞ്ഞ ദിവസം CBI അന്വേഷണം ആവശ്യപ്പെട്ട് സഭയിൽ പ്രതിഷേധിച്ച 18 MLA-മാരെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന മന്ത്രിയുടെ ആവശ്യത്തിൽ സർക്കാർ വൈകാതെ തീരുമാനമെടുക്കും. സുപ്രീം കോടതിയിലെ 6 ജഡ്ജിമാരുടെ സംഘം ഇന്ന് മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് MM സുന്ദരേഷ്, ജസ്റ്റിസ് KV വിശ്വനാഥൻ, ജസ്റ്റിസ് NK സിംഗ് എന്നിവരാണ് അംഗങ്ങൾ. കലാപബാധിതർക്ക് നിയമസഹായവും മാനുഷിക സഹായവും ലഭ്യമാക്കുന്നതിനുള്ള ചർച്ചയും സംഘം നടത്തും. അതേസമയം സംഘാംഗമായ ജസ്റ്റിസ് NK സിംഗ് ചുരാചന്ദ്പൂർ സന്ദർശിച്ചേക്കില്ല. മെയ്തൈ വംശജനായ NK സിംഗ് കുക്കി ഭൂരിപക്ഷ മേഖലയായ ചുരാചന്ദ്പൂർ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ബാർ അസോസിയേഷൻ രംഗത്ത് വന്നിരുന്നു. വ്യാഴാഴ്ച തെക്കൻ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവി ഒസാമ തബാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന. ഇസ്രായേലിന്റെ അവകാശവാദത്തോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിലൂടെയാണ് ഇത് അറിയിച്ചത്. ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തിൽ 190 കുട്ടികളടക്കം 504 പേർ കൊല്ലപ്പെട്ടതായി ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി കിരൺ ബാബു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. കിരൺ, ഇസ്രായേൽ വലിയ ആക്രമണം തുടരുന്ന സാഹചര്യം, അതിൽ ഇപ്പോൾ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരു തലവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ആര്യ, ഇസ്രയേലിൻ്റെ അവകാശവാദത്തെ ഇതുവരെ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഏറെക്കുറെ അത് ശരിയാണ് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. കാരണം അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു കുറിപ്പോ അല്ലെങ്കിൽ നിഷേധിക്കുന്ന ഒരു സമീപനം ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 4 ദിവസങ്ങളായി അതിഭീകരമായ വ്യോമാക്രമണമാണ് ഗസയുടെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇസ്രയേൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിലാണ് ഇസ്രയേൽ ഹമാസിനെ സംബന്ധിച്ച് അടുത്തിടെ ഉണ്ടായ ഏറ്റവും കനത്ത നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ഒസാമ തബാഷ്
ഹമാസിൻ്റെ സൈനിക ഇൻ്റലിജൻസ് മേധാവിയാണ്. നേരത്തെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൻ്റെയും നുഴഞ്ഞുകയറ്റത്തിൻ്റെ എല്ലാം മുഖ്യ ആസൂത്രകരിൽ ഒരാൾ കൂടിയായിരുന്നു. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് വിവരങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഹമാസിൻ്റെ പ്രധാന നേതാക്കളെ തന്നെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ഇസ്രയേൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി നടത്തിയ ആക്രമണത്തിൽ 500-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 190ഓളം കുട്ടികൾ ഉണ്ട് എന്നതുകൂടി അതിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ്. അന്താരാഷ്ട്ര തലത്തിലടക്കം ഈ വെടിനിർത്തൽ കരാർ നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇസ്രയേൽ കടുത്ത വ്യോമാക്രമണം കഴിഞ്ഞ 4 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിലും ശക്തമായ രീതിയിലേക്കുള്ള ആക്രമണം ഉണ്ടാവും, അല്ലെങ്കിൽ മുഴുവൻ ബന്ദികളെയും ഉടൻ തന്നെ വിടണം, അതിനുശേഷം മാത്രമേ ഇനി ഒരു ചർച്ചയുള്ളൂ എന്നുള്ള നിലപാടിലാണ് ഇസ്രയേൽ ഇപ്പോൾ നിൽക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആ തരത്തിലേക്കുള്ള ഒരു പിന്തുണ ഇസ്രയേലിന് ഉണ്ട് എന്ന് വേണം കരുതാൻ. ആദ്യമൊക്കെ വീണ്ടും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരാനുള്ള ചില ശ്രമങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും പിന്നീട് ഇസ്രയേൽ കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുകയായിരുന്നു. അക്കാര്യത്തിൽ ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകാതെ ഏതെങ്കിലും ഒരു തരത്തിലേക്കുള്ള ചർച്ചകൾക്ക് നീങ്ങേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെയാണ് ഉന്നമിടുന്നത് എന്നതുകൂടി വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒസാമ തബാഷ് എന്ന് പറയുന്ന ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലിജൻസ് മേധാവി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ സൈനിക നീക്കങ്ങൾക്ക് എല്ലാം നേതൃത്വം നൽകേണ്ട, അതിനെ ഏകോപിപ്പിക്കേണ്ട ചുമതലയുള്ള ആൾ കൂടിയാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലെ പൊട്ടിത്തെറിയെ തുടർന്ന് അടച്ച ബ്രിട്ടനിലെ ഹീത്രൂ വിമാനത്താവളം തുറന്നു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച ശേഷമുള്ള ആദ്യ വിമാനവും ലാൻഡ് ചെയ്തു. 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള 1300-ലേറെ വിമാനങ്ങളാണ് 24 മണിക്കൂറിനിടെ റദ്ദാക്കിയത്. തീപിടുത്തത്തിൽ ഭീകരവിരുദ്ധ സ്ക്വാഡും അന്വേഷണം തുടങ്ങി. പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമല്ല. ലോകത്തെ ഏറ്റവും വലിയ 5ാമത്തെ വിമാനത്താവളമാണ് ഹീത്രൂ. ലണ്ടനിലെ 10,000-ത്തിലധികം വീടുകളിലും ഇപ്പോൾ വൈദ്യുതിയില്ല. അമേരിക്കൻ ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കുടുംബമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മരണവിവരം പുറത്തുവിട്ടത്. 1968-ലെ മെക്സിക്കോ ഒളിമ്പിക്സിൽ അമേരിക്കയ്ക്കായി സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. 2 വട്ടം ഹെവി വെയ്റ്റ് ലോക ചാമ്പ്യനുമായിരുന്നു. ബിഗ് ജോർജ് എന്നറിയപ്പെട്ട ഫോർമാൻ ഹെവി വെയ്റ്റ് കരിയറിൽ 81-ൽ 76 ജയവും നേടിയിട്ടുണ്ട്. ജോർജിന്റെ പ്രൊഫഷണൽ കരിയറിലെ ആദ്യ തോൽവി 1974-ൽ മുഹമ്മദ് അലിക്കെതിരെയായിരുന്നു. ബോക്സിംഗ് ചരിത്രത്തിലെ മികച്ച മത്സരമായാണ് ഇതിനെ കണക്കാക്കുന്നത്. കണ്ണൂർ കൈതപ്രത്തെ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകത്തിൽ പ്രതി സന്തോഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനായെന്ന് കേസിൽ നിർണായകമായി. നേരത്തെ രാധാകൃഷ്ണൻ നൽകിയ പരാതി പോലീസ് വേണ്ട ഗൗരവത്തിൽ എടുത്തില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. KV ബൈജു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, എന്തായാലും ഇന്ന് ഈ സന്തോഷിനായി കസ്റ്റഡി അപേക്ഷ നൽകും. ഈ അന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ഈ വരുന്ന ആരോപണം, നേരത്തെ രാധാകൃഷ്ണൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു, അത് വേണ്ട വിധത്തിൽ പോലീസ് കൈക്കൊണ്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? അതെ അറിയ, ഈ കാര്യത്തിൽ ശാസ്ത്രീയമായ കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഈ സന്തോഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അപേക്ഷ ഇന്ന് സമർപ്പിക്കും. എന്തായാലും നാളെയോ മറ്റന്നാളോ ഇയാളെ കസ്റ്റഡിയിൽ കിട്ടുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇയാൾ വലിയ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിന് പോലീസിന് സാധിച്ചിട്ടില്ല. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയതും പിന്നീട് റിമാൻഡ് ചെയ്തതും. എന്തായാലും ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഇയാളെ ഇന്നോ നാളെയോ പോലീസ് കസ്റ്റഡിയിൽ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഈ തോക്ക്, അത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാത്ത തോക്കായിരുന്നു ഇത്. ആ തോക്ക് ഈ രാധാകൃഷ്ണന്റെ ഭാര്യയും അമ്മയും താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിന്റെ വിറകുപുരയിലായിരുന്നു ഇയാൾ സൂക്ഷിച്ചിരുന്നത്. അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ഇയാൾ ഫോൺ മറന്നതുകൊണ്ടാണ് ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് വീണ്ടും എത്തുന്നതും ഇയാൾ പിടിയിലാകുന്നതും. അതുമാത്രമല്ല, ഇയാൾ ഈ തോക്കിനൊപ്പം തന്നെ ഒരു കത്തിയും കരുതിയിരുന്നു. അതായത് കൃത്യമായി ആസൂത്രിതമായാണ് ഇയാൾ എത്തിയത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഏതെങ്കിലും കാരണവശാൽ ഇയാൾക്ക് തോക്ക് ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ഈ കത്തി കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 തെളിവുകളാണ് ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത്.
ഈ സംഭവം നടക്കുമ്പോൾ രാധാകൃഷ്ണന്റെ മകൻ ഉണ്ടായിരുന്നെങ്കിലും ഏതെങ്കിലും ഈ കൊലപാതക ഇത് വിഷയം കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നേരിട്ട് ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസായതുകൊണ്ട് ശാസ്ത്രീയ തെളിവുകൾ നിർണായകമാണ്. അത്തരത്തിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനൊപ്പമാണ് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെതിരെ ഒരു 3 മാസം മുമ്പ് കുടുംബ പ്രശ്നം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. അതായത് രാധാകൃഷ്ണന്റെ ഭാര്യയും ഈ സന്തോഷം തമ്മിലുള്ള അടുപ്പം അതായിരുന്നു ഈ കൊലപാതകത്തിൽ എത്തിച്ചത്. ഇത്തരം ഒരു തമ്മിലുണ്ടായ തർക്കം അത് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ആ രീതിയിൽ വേണ്ട ഗൗരവം ഇതിൽ പോലീസ് എടുത്തിട്ടില്ല എന്നൊരു ആശയവും വരുന്നുണ്ട്. നിരന്തരം രാധാകൃഷ്ണനെതിരെ ഭീഷണി ഉണ്ടായിരുന്നു ഈ സന്തോഷിന്റെ ഭാഗത്തു നിന്നും. പക്ഷേ അപ്പോഴൊന്നും പോലീസിൽ പരാതി നൽകുമ്പോൾ അത് പോലീസ് വലിയ ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നൊരു ആശയവും നിലനിൽക്കുന്നു. എന്തായാലും ഈ കേസിൽ ഈ നിർണായകമായ ഈ തെളിവായ തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ തേടുകയാണ് പോലീസ്. കെ വി ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം കുറുപ്പംപടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാർ പീഡനത്തിനിരയായ സംഭവത്തിൽ കുട്ടികളുടെ അമ്മ റിമാൻഡിൽ. ഇന്നലെ രാത്രിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പീഡന വിവരം മറച്ചുവെച്ചതിനും മദ്യം കഴിക്കാൻ പ്രേരിപ്പിച്ചതിനുമാണ് കേസെടുത്തത്. കുട്ടികളെ പീഡിപ്പിച്ചത് അമ്മയുടെ അറിവോടെയാണെന്ന് ആൺ സുഹൃത്ത് ധനേഷ് മൊഴി നൽകിയിരുന്നു. ധനേഷിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ധനേഷ് മാത്രമല്ല ഈ കുഞ്ഞുങ്ങളും രഹസ്യമൊഴി നൽകിയപ്പോൾ അമ്മയുടെ അറിവോടുകൂടിയാണ് ഈ പീഡനം നടന്നത് എന്ന് പറഞ്ഞിരുന്നു. 10ഉം 12ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ അമ്മയുടെ അറിവോടുകൂടി ഒരു പ്രതി ഇത്രയും ദീർഘകാലം പീഡിപ്പിച്ചത് എന്നുള്ള വാർത്ത നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ്. എന്തായാലും ഈ കേസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അമ്മ കുഞ്ഞുങ്ങൾക്ക് മദ്യം നൽകി എന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കുഞ്ഞുങ്ങളെ വിശദമായി ചോദ്യം ചെയ്തു, അമ്മയെ കഴിഞ്ഞ ദിവസം വിശദമായി ചോദ്യം ചെയ്തു, കുഞ്ഞുങ്ങളുടെ മൊഴി വീണ്ടും എടുത്തു. അതിനുശേഷമാണ് ഈ കാര്യത്തിൽ പോലീസ് അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ള കൃത്യമായ നിഗമനത്തിലെത്തിയത്. മാത്രമല്ല പ്രതി ധനേഷും ഈ കാര്യത്തിൽ അമ്മയ്ക്ക് അറിയാമായിരുന്നു, താൻ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. 3 മാസം മുമ്പ് അമ്മയുടെ അറിവിൽ പെട്ട കാര്യമായിരുന്നു ഇതെന്ന് ധനേഷും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ധനേഷിന്റെ മൊഴി പ്രതി എന്നുള്ള നിലയിൽ പോലീസ് അത്ര കാര്യമായി എടുത്തില്ല എന്ന് തന്നെയാണ് ഇന്നലെ അന്വേഷണ സംഘം നമ്മളോട് പറഞ്ഞത്. അതേസമയം കുഞ്ഞുങ്ങളുടെ മൊഴി കാര്യമായി എടുത്തിട്ടുണ്ട്. മാത്രമല്ല പോലീസ് ഇക്കാര്യത്തിൽ ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു. കാരണം 2 വർഷത്തോളമായി ഈ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 വർഷത്തിനിടയിൽ അമ്മയെ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇടപെടാതിരുന്നത്, അല്ലെങ്കിൽ അമ്മ അറിയാതെ പോയത് എന്നുള്ള ചോദ്യമൊക്കെ ബാക്കിയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പിന്നീട് ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളെ ചോദ്യം ചെയ്യുന്നതും കുഞ്ഞുങ്ങളുടെ മൊഴിയെടുക്കുന്നതും. അതേ തുടർന്നാണ് അമ്മ കൃത്യമായി ഈ കാര്യത്തിൽ അമ്മയ്ക്ക് അറിവോടെയാണ് അമ്മ കുഞ്ഞുങ്ങൾക്ക് മദ്യം നൽകിയിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതിനുശേഷമാണ് എന്തായാലും CWC ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അമ്മ റിമാൻഡിലാണ്. അതുപോലെ തന്നെ ഈ പ്രതി ധനേഷിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് മാറുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ വെളിപ്പെടുത്തലും. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്മയുടെ അറിവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അമ്മയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന സാഹചര്യമാണ്. ഏത് സാഹചര്യത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് മദ്യം കൊടുത്തത്? അതായത് ധനേഷ് വീട്ടിൽ വരുന്നത് താനുമായുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാഹചര്യം ധനേഷിന് ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം കൂടി പോലീസിന് വ്യക്തമാകാനുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് മദ്യം കൊടുത്തു എന്നുള്ളതും അമ്മയ്ക്ക് ഈ കാര്യം അറിയാമായിരുന്നു എന്നുള്ളതും കുട്ടികളുടെ അധ്യാപികയോട് കുഞ്ഞുങ്ങൾ പറഞ്ഞതും പോലീസിനോട് കുഞ്ഞുങ്ങൾ പറഞ്ഞതും അനുസരിച്ച് വ്യക്തമാണ്. ഈ കേസിൽ ആദ്യം മുതൽ തന്നെ അമ്മയുടെ അറിവ് അല്ലെങ്കിൽ ഈ പീഡനം നടക്കുന്ന അമ്മയുടെ അറിവോട് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ആദ്യം മുതലേ സംശയമുണ്ടായിരുന്നു. ആരും തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കുറുപ്പംപടി പീഡന കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അമ്മയെക്കുറിച്ച് പുറത്തുവരുന്നത്. ചട്ടിയിലിട്ട് ചൂടാക്കിയ വെടിയുണ്ട പൊട്ടിത്തെറിച്ച കേസിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. എറണാകുളം AR ക്യാമ്പിലെ ആയുധപ്പുരയുടെ ചുമതലയുണ്ടായിരുന്ന റിസർവ് സബ് ഇൻസ്പെക്ടർ CV സജീവനെതിരെയാണ് അന്വേഷണം. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, വിശദാംശങ്ങൾ. ഇന്നലെയാണ് അതായത് പോലീസ് ക്യാമ്പിൽ AR ക്യാമ്പിൽ ക്ലാവ് പിടിച്ച വെടിയുണ്ടകൾ ചട്ടിയിലിട്ട് ചൂടാക്കിയത്
ചൂടാക്കിയ സമയത്ത് അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് സിറ്റി എയർ ക്യാമ്പിലെ SI CV സജീവനെതിരെ നടപടിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ ശുപാർശ ചെയ്തിട്ടുള്ളത്. എയർ ക്യാമ്പിന്റെ കമാൻഡന്റ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണർ ഇത്തരത്തിലുള്ള ശുപാർശ മുന്നോട്ട് വെച്ചത്. സംഭവത്തിൽ SIക്ക് വീഴ്ച സംഭവിച്ചതായി തന്നെയാണ് റിപ്പോർട്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇത്തരം നിരുത്തരവാദപരമായി വെടിയുണ്ട പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് തന്നെ ആയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം ഈ കാര്യത്തിൽ മുന്നോട്ട് വെച്ച ആശങ്ക എങ്ങനെയായിരുന്നു. കാരണം ഈ വെടിയുണ്ട പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അത് ചട്ടിയിലിട്ട് ചൂടാക്കാനുണ്ടായ സാഹചര്യമുണ്ട്, അത് വെടിയുണ്ടകൾ ക്ലാവ് പിടിച്ചത് കൊണ്ട് എന്നായിരുന്നു SIയുടെ ഒരു വിശദീകരണം. അങ്ങനെയായിരുന്നു. എന്തായാലും വെടിയുണ്ട പൊട്ടിത്തെറിച്ച ഒരു സാഹചര്യത്തിൽ SIക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട്. അതുമായി ബന്ധപ്പെട്ട് SIക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആര്യ. ഓക്കെ, രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് തുണിക്കടയിൽ വസ്ത്രം മാറിയെടുക്കാനെത്തിയ 12കാരന് നേരെ ജീവനക്കാരന്റെ ആക്രമണം. ആക്രമിച്ച ജീവനക്കാരൻ അശ്വന്ത് പോലീസ് പിടിയിലായി. മർദ്ദനമേറ്റ കുട്ടി കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകും. അനീഷ്, ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് ഈ ജീവനക്കാരൻ? ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു 12 വയസ്സുകാരനോട് ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ലാത്തത് തന്നെയാണ്. എന്താണ് പോലീസ് പറയുന്നത്? കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന പ്രകാരമുള്ള സംഭവങ്ങൾ എത്തിയത്. 12കാരനായ കുട്ടി വ്യാഴാഴ്ച രാവിലെ ആ തുണിക്കടയിലെത്തി തുണി വാങ്ങിയിരുന്നു. പക്ഷെ ആ തുണികൾ പാകമല്ലാത്തതിനെ തുടർന്ന് അത് മാറാനായി വൈകുന്നേരം വീണ്ടും കടയിലെത്തി. ഇതിനുശേഷം നിരവധി തവണ പലതരത്തിലുള്ള തുണിത്തരങ്ങൾ കണ്ടുവെങ്കിലും കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഇഷ്ടപ്പെടാതെ വന്നതോടുകൂടിയാണ് കുപിതനായി താൻ ഈ കുട്ടിയെ മർദ്ദിച്ചത്. പെട്ടെന്നുള്ള വികാരക്ഷോഭത്താൽ മർദ്ദിച്ചു എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ കുട്ടി പറയുന്നത് തനിക്ക് അധിക വസ്ത്രങ്ങളൊന്നും താൻ നോക്കിയിരുന്നില്ല. തിരിച്ച് വസ്ത്രവുമായി മടങ്ങിയെത്തിയപ്പോൾ മുതൽ തന്നെ മോശമായ പെരുമാറ്റമാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തുണിത്തരങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനിടയിൽ ഒരു പ്രകോപനവുമില്ലാതെ തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ കുട്ടി ചികിത്സയിൽ പ്രവേശിച്ചിരുന്നു. ഇതിനുശേഷം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കുട്ടിയെ ആക്രമിച്ച കുറ്റത്തിന് വസ്ത്രശാലയിലെ ജീവനക്കാരനായ അശ്വന്ത് എന്നയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരി, MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കൂട്ടിക്കടയിൽ ട്രെയിനിൽ നിന്നും വീണ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. രാത്രി 9 മണിയോടെ കൂട്ടിക്കട റെയിൽവേ ക്രോസിന് സമീപത്തായിരുന്നു സംഭവം. കൊല്ലത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് പോയ ട്രെയിനിൽ നിന്നുമാണ് ഇയാൾ വീണത്. തുടർന്ന് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കുട്ടി ക്രിക്കറ്റ് പൂരത്തിന് കൊടിയേറുന്നു. IPL 18ാം സീസണ് ഇന്ന് കൊൽക്കത്തയിൽ തിരിതെളിയും. ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് ഉദ്ഘാടന പോരാട്ടം. ഇത്തവണ 13 വേദികളിലും ഉദ്ഘാടന ചടങ്ങുകൾ നടത്താനാണ് BCCI തീരുമാനം. ബോളിവുഡ് താരങ്ങളടക്കം ഉദ്ഘാടന പരിപാടികളിൽ അണിനിരക്കും. കിരീടത്തിനായി 10 ടീമുകൾ 13 വേദികളിലായി കൊമ്പുകോർക്കും. കൊൽക്കത്തയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും IPL ചരിത്രത്തിൽ ആകെ ഏറ്റുമുട്ടിയിട്ടുള്ളത് 34 തവണയാണ്. ഈ 34 തവണ ഏറ്റുമുട്ടിയതിൽ 20 തവണയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പമായിരുന്നു ജയം. അതായത് RCB ജയിച്ചത് 14 തവണ മാത്രം. ഇനി ഏറ്റവും ഒടുവിലത്തെ 5 മത്സരങ്ങൾ നോക്കിയാലും അവിടെ കൃത്യമായിട്ടുള്ളൊരു മേധാവിത്വമുണ്ട്. ആർക്ക്? കൊൽക്കത്തയ്ക്ക്. 5 മത്സരങ്ങളിൽ 4ലും KKR ഗംഭീര ജയം സ്വന്തമാക്കി. ഒരിക്കൽ മാത്രമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ജയത്തിന്റെ മധുരത്തോടുകൂടി തിരികെ കയറാൻ സാധിച്ചത്. ഇനി ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയം കൊൽക്കത്തയിലെ കാലാവസ്ഥയാണ്. ഇടിവെട്ടി മഴ പെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം. അപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് എന്താണ്? മഴയോ അതോ റൺമഴയോ? ഇടിവെട്ട് പ്രകടനത്തിനായി കാത്തിരിക്കാം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ. IPL അതിന്റെ 18ാം സീസണിൽ എത്തി നിൽക്കുമ്പോൾ മറ്റൊരു ക്രിക്കറ്റ് വിപ്ലവാത്മകമായിട്ടുള്ള മാസങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ലോകം മുഴുവൻ. ഇനിയുള്ള രാവുകൾ മുഴുവൻ ക്രിക്കറ്റിന്റെ ആവേശത്തിനായി നമുക്ക് കൺപാർത്തിരിക്കാം. എൽദപ്പോൾ പുതുശ്ശേരിയുടെ റിപ്പോർട്ടാണ് കണ്ടത്. ഇന്ത്യ പ്രീമിയർ ലീഗ് ഇന്ന് ആരംഭിക്കാനിരിക്കെ
2011 മുംബൈ ഇന്ത്യൻസ് താരങ്ങളിൽ നിന്ന് നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തുകയാണ് ലെഗ് സ്പിന്നർ യുസവേന്ദ്ര ചഹൽ. ചാമ്പ്യൻസ് ലീഗ് കാലഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിലെ സഹതാരങ്ങൾ തന്നെ ഉപദ്രവിച്ചെന്നായിരുന്നു ചഹലിന്റെ വെളിപ്പെടുത്തൽ. മുംബൈ ഇന്ത്യൻസ് സഹതാരങ്ങളായ ആൻഡ്രൂ സൈമൺസും ജെയിംസ് ഫ്രാങ്ക്ലിനും തന്നെ കെട്ടിയിട്ട് വായിൽ ടേപ്പ് ഒട്ടിച്ച് രാത്രി മുഴുവൻ മുറിയിൽ കിടത്തിയെന്നാണ് ചഹലിന്റെ വെളിപ്പെടുത്തൽ. ഈ IPL സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള 2 ടീമുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ചെന്നൈ സൂപ്പർ കിങ്സും മറ്റൊന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമാണ്. എന്നാൽ ഈ 2 ടീമുകളെയും തഴഞ്ഞ് പ്ലേ ഓഫ് സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ വീരേന്ദ്ര സെവാഗ്. വീരുവിന്റെ പ്രവചനം ഞെട്ടലോടെയാണ് കായിക ലോകം കേട്ടത്. എന്തായിരിക്കാം വീരു അങ്ങനെ പ്രവചിക്കാൻ കാരണം? മുൻ താരങ്ങളും ക്രിക്കറ്റ് പ്രേമികളും പ്ലേ ഓഫിൽ ഏതൊക്കെ ടീമുകൾ എത്തുമെന്ന് പ്രവചിക്കുന്നത് സാധാരണ സംഭവമാണ്. ആവേശകരമായ IPL ആരംഭിക്കാനിരിക്കെ വൈറലാകുന്നത് സേവാങ്കിന്റെ പ്രവചനമാണ്. ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഇത്തവണത്തെ IPL സീസണിൽ പ്ലേ ഓഫ് കാണില്ല. ഇതാണ് വീരുവിന്റെ പ്രവചനം. കേട്ടപാടെ ഈ വർഷമെങ്കിലും കപ്പ് നേടുമെന്ന് വിശ്വസിച്ച് മുന്നോട്ടു പോകുന്ന ബാംഗ്ലൂർ ആരാധകർ നിരാശരായി. മുംബൈ ഇന്ത്യൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ്, ലക്നൌ സൂപ്പർ ജയൻസ് എന്നീ ടീമുകൾക്കാണ് വീരു പ്ലേ ഓഫ് സാധ്യതകൾ കാണുന്നത്. അതിൽ കിരീടം നേടാൻ സാധ്യതയുള്ളത് മുംബൈക്കാണെന്നും സെവാങ്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. സെവാങ്കിന്റെ പ്രവചനത്തെ സ്വീകരിക്കുന്നവരും തള്ളിക്കളയുന്നവരുമുണ്ട്. എന്നാൽ ചെന്നൈ പ്ലേ ഓഫ് കാണില്ല എന്ന് പറഞ്ഞത് സെവാങ്ക് മാത്രമല്ല. ആദം ഗിൽക്രിസ്റ്റ്, രോഹൻ ഗവാസ്കർ, ഹർഷ ഭോഗ്ലെ, മനോജ് തിവാരി എന്നിവരെല്ലാം ചെന്നൈയെ തഴയുന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. 9 മണി വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി ന്യൂസ് ട്രെൻഡ്സിൽ രഞ്ജിത്ത് രാമേന്ദ്രൻ എത്തും. നമസ്കാരം.